അപ്പോൾ ഇനിയൊരു ഗസൽ പ്രകടനം കാണാം. മലപ്പുറം ചുങ്കത്തറ HSSലെ മുഹമ്മദ് മിഷനാലും പൂക്കോട്ടുപാടം GHSSലെ അഹമ്മദ് അൻഷിദും ചേർന്ന് അവതരിപ്പിച്ച ഗസലിലേക്ക്. യെസ്, അപ്പോൾ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം രണ്ടാം ദിനത്തിൽ എല്ലാ വേദികളിലും പ്രതിഭകൾ മാറ്റുരയ്ക്കുകയാണ്. ഓരോ ജില്ലയ്ക്കായി ഓരോരോ ഇനങ്ങളിലായി നല്ല കിടിലൻ മത്സരം അല്ലേ ഷാദേ? വേദി ഒന്നിന്റെ സമീപത്താണ് നമ്മളുള്ളത് അല്ലെ. നല്ല കൈമുട്ടിന്റെ താളം കൂടി കേൾക്കുന്നില്ലേ? ഒപ്പന മത്സരം അങ്ങനെ പൊടിക്കുകയാണ് വേദി ഒന്നില്. അതെ, അപ്പോൾ എല്ലാ ഇനങ്ങളും ഒന്നിനൊന്ന് മെച്ചമുള്ള നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ഇനങ്ങളും നമ്മൾ ഇന്നലെ പറഞ്ഞതിന്റെ തുടർച്ച തന്നെയാണ്. ഒരു വേദിയിൽ നിന്ന് അടുത്ത വേദിയിലേക്ക് ഒഴുക്കാണ്. അതെ, കാരണം ഇന്ന് ഒപ്പനയുണ്ട്, ഇന്ന് ഗസലുണ്ട് കേട്ടോ. ഗസലുണ്ട്, ശ്രദ്ധിക്കണം. അതെ, നാടകമുണ്ട്. ഇതെല്ലാം ആസ്വദിക്കാൻ ഒരുപാട് പേർ നമ്മുടെ ഈ കലോത്സവ നഗരിയിൽ എത്തുന്നു. നമ്മളിപ്പോൾ ഉള്ളത് 24ന്റെ അനന്ത കലാപുരി എന്ന ഈ പവലിയനിലാണ്. അപ്പോൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മൂന്ന് പ്രതിഭകളുണ്ട്, 3 കലാകാരന്മാരുണ്ട്, 3 ആർട്ടിസ്റ്റുകളുണ്ട്. നമുക്കൊരെ പരിചയപ്പെടാം. ഗസൽ എന്ന് പറയുന്ന മത്സര ഇനം അല്ലെ, അതിനെ ഒന്ന് വ്യത്യസ്തമാക്കുന്നത് ഭാവ സമ്പൂർണമാണ് ഗസൽ വേദികൾ. കേൾക്കാൻ ഇത്രയേറെ മനോഹരമായിട്ടുള്ള ഒരു സംഗീതത്തിന്റെ ഒരു അംശം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. അതെ, അതപ്പോൾ അതിൽ സംഗീതാത്മകതയുണ്ട്, കവിതയുണ്ട്, ഭാവമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് നമ്മൾ ബോറടിപ്പിക്കുന്നില്ല, നേരെ നമ്മുടെ ആർട്ടിസ്റ്റുകളിലേക്ക് പോവാം. ഹലോ, എന്തുണ്ട്, പേരെന്താണ്, പറയൂ. എൻ്റെ പേര് അഹമ്മദ് അൻഷിഫ്. എവിടെ നിന്ന് വരുന്നു? ഞാൻ നിലമ്പൂർ സബ് ജില്ലയാണ്, മലപ്പുറം ജില്ല. എൻ്റെ പേര് മുഹമ്മദ് മിഷാൽ. മിഷാല് ഗസൽ എന്നാണ്. അതെ, ഗസലിന് പുറമെ മറ്റേതൊക്കെ ഇനങ്ങളിൽ അവിടെ മത്സരിക്കുന്നത്? ഞാൻ ഗസലിൽ മാത്രമേ ഇപ്രാവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ കുട്ടികളെ പരിശീലിപ്പിച്ച് കൊണ്ടുവന്ന ആളാണ്. സാറിനെ ഒന്ന് പരിചയപ്പെടുത്തും. പേര്? എൻ്റെ പേര് മൊഹസിൻ കുരിക്കൾ, മഞ്ചേരിയാണ്. അപ്പം ഏത് ഗസലാണ് എന്ന് പാടിയത്? ഞാൻ മുഹബത്ത് കർനെ വാലെ ഗുലാം അലി സാബിന്റെ ഗസലാണ്. കുറച്ച് ഭാഗം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. മുഹബ്ബത്ത് കർനെ വാലെ കം ന ഹോംഗെ तेरी महफिल में लेकिन तेरी महफिल में लेकिन कभी जाने सदके होती कभी दिल निसार होता जब अपना हाल होता जब अपना हाल होता അല്ലാവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാരും യതീമുകൾ, എല്ലാരും യതീമുകൾ. അപ്പോൾ അനന്തകലാപുരിയിൽ പ്രതിഭകളുടെ വിസ്മയ പ്രകടനങ്ങൾ അവസാനിക്കുന്നില്ല. ഇനിയുമുണ്ട് ഒരുപാട് കാഴ്ചകൾ, ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാനുമുണ്ട്. താങ്ക് യു പ്രജീൻ, താങ്ക് യു ഷഹദ്. അപ്പോൾ ഗംഭീരമായി പാടി. അപ്പോൾ എന്തായാലും അവിടെ ഏതോ വേദികളിൽ കുറച്ച് ആൾ കുറവ് എന്താണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. പ്രിയപ്പെട്ട തലസ്ഥാന നഗരക്കാരെ, ഇന്നിപ്പോൾ അവധിയാണ്, നാളെ ഇനി എല്ലാ ദിവസവും അവർക്ക് നമ്മൾ പിന്തുണ കൊടുത്തില്ലെങ്കിൽ മറ്റാരാണ് പിന്തുണ കൊടുക്കുക? യഥേഷ്ട വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക, അവിടെ പോയി ഇരിക്കുക. ഒരുപാട് ദൂരമൊന്നുമല്ല സെൻട്രൽ സ്റ്റേഡിയം, അങ്ങോട്ട് പോയി ഇരിക്കുക. അവർക്ക് പരമാവധി പ്രോത്സാഹനങ്ങൾ കൊടുത്തില്ലെങ്കിൽ നാടിനാ മോശം.